നമസ്കാരം. എല്ലാവർക്കും കേൾക്കാനും സ്ക്രീൻ കാണാനും സാധിക്കുന്നുണ്ട്. 18/6/2024 നടന്ന നെറ്റ് പരീക്ഷയുടെ മലയാളം ചോദ്യപേപ്പർ വിശകലനത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഒരു ചോദ്യപേപ്പർ തന്നെയായിരുന്നു നമ്മുടേത്, അല്ലെ? നമ്മൾ വിശകലനം ചെയ്ത പല ചോദ്യങ്ങളും ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണെങ്കിലും സാരമില്ല, വീണ്ടും പഠിക്കാൻ ഒരു അവസരം കിട്ടി എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. ആദ്യത്തെ ചോദ്യം, ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകൾ. ഓപ്ഷൻ എ കീചകവധം, ബി കാലകേയവധം, സി ഉത്തരാസ്വയംവരം, ഡി ദക്ഷയാഗം, ഇ ഭഗവതം. ഇവയിൽ ഏതൊക്കെയാണ് ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകൾ എന്നതാണ് ചോദ്യം. ഏതാണ് ഉത്തരം? അത് ഓപ്ഷൻ 2 ആണ്. ഏതൊക്കെ? എ, സി, ഡി മാത്രം. അതായത് കീചകവധം, ഉത്തരാസ്വയംവരം, ദക്ഷയാഗം. ഇവ മൂന്നുമാണ് ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകൾ. ഇനി ബാക്കി ഓപ്ഷനിൽ വരുന്ന കാലകേയവധം കോട്ടയം തമ്പുരാന്റേതാണ്. ഭഗവതവും കോട്ടയം തമ്പുരാന്റെ ആട്ടക്കഥകളാണ്. ഓർത്തു വെക്കാലോ. ഇനി അടുത്ത ചോദ്യം, മുടിയേറ്റിലെ പ്രധാന വേഷങ്ങൾ. ഓപ്ഷനിലേക്ക് വന്നാൽ എ ദാരികൻ, ബി കാളി, സി ഊരാളൻ, ഡി മഹാവിഷ്ണു, ഇ കൂയിമ്പിടാരൻ. ഇതില് ശരിയായ ഉത്തരം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ 3 ആണ്. ഏതൊക്കെ? എ, ബി, ഇ മാത്രം. അതായത് ദാരികൻ, കാളി, കോയിമ്പിടാരൻ. ഇവർ മൂന്നുമാണ് മുടിയേറ്റിലെ പ്രധാന വേഷങ്ങൾ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മാറ്റൊലിയിൽ ജോസഫ് മുണ്ടശ്ശേരി പഠന വിധേയമാക്കുന്ന കൃതികൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് അച്ഛനും മകളും, ബി കരുണ, സി മഗ്ദലന മറിയം, ഡി കർണഭൂഷണം, ഇ പിങ്കള. മാറ്റൊലിയിൽ ജോസഫ് മുണ്ടശ്ശേരി പഠന വിധേയമാക്കുന്ന കൃതികളാണ് ചോദ്യം. അതേതാണ് ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം ഓപ്ഷൻ 1 ആണ്, അല്ലെ? എന്തൊക്കെ? ബി, സി, ഇ മാത്രം ശരി. അതായത് കരുണ, മഗ്ദലന മറിയം, പിങ്കള. ഇത് മൂന്നുമാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻസിലേക്ക് വന്നാൽ എ വ്യാകരണത്തിന്റെ പഠന വസ്തു സംസാര ഭാഷയാണ്, ബി ധാതുക്കൾ, പ്രത്യയങ്ങൾ എന്നിവയുടെ സൂക്ഷ്മമായ വിശകലനം, സി ദ്രാവിഡ വ്യാകരണ പാരമ്പര്യത്തിന്റെ സ്വീകാരം, ഡി രൂപാധിഷ്ഠിതമായ ഭാഷാ വിവരണം, അതായത് ഫോർമൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ലാംഗ്വേജ്. ഇനി ഈ സംസ്കൃത കാവ്യങ്ങളിൽ നിന്ന് ഉദാഹരണങ്ങൾ സ്വീകരിച്ചു. ഈ ചോദ്യവും ഓപ്ഷൻസും വായിക്കുന്നതിൽ നിന്നും എന്ത് നിഗമനത്തിലാണ് നമുക്ക് എത്തിച്ചേരാനാവുക? അത് വ്യാകരണത്തിന്റെ പഠന വസ്തു സംസാര ഭാഷയാണ് എന്ന പാണിനിയുടെ വ്യാകരണ പദ്ധതിയുടെ സവിശേഷതയായി പൂർണ്ണമായും പറയാൻ സാധിക്കില്ല എങ്കിൽ പോലും നമുക്കിതിനകത്ത് ഒഴിവാക്കാൻ സാധിക്കുന്നത് ഓപ്ഷൻ സിയും ഇയുമാണ്. അതായത് ദ്രാവിഡ വ്യാകരണ പാരമ്പര്യത്തിന്റെ സ്വീകാരം പൂർണ്ണമായും ഒഴിവാക്കാവുന്നതാണ്. ഇനി ഈ സംസ്കൃത കാവ്യങ്ങളിൽ നിന്ന് ഉദാഹരണങ്ങൾ സ്വീകരിച്ചു, ഇതും നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാവുന്നതാണ്. അപ്പം മിച്ചമുള്ള ഓപ്ഷൻസ് വരുന്ന ഏതാണ്? അത് എ, ബി, ഡി ആണ്, അല്ലെ? അപ്പം എ, ബി, ഡി മാത്രം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നിപാതം എന്ന വിഭാഗത്തിൽപ്പെടുന്ന ദ്യോതകങ്ങൾ. ഓപ്ഷൻ എ അർജുനൻ എന്ന പോരാളി, ബി രവിയോ രഘുവോ, സി വടികൊണ്ടടിച്ചു, ഡി മരത്തിൽ നിന്ന് വീഴുന്നു, ഈ രാജാവും രാജ്ഞിയും.
നിപാതം എന്ന വിഭാഗത്തിൽ 2 എണ്ണം ഉണ്ട് അല്ലെ? എന്തൊക്കെയാണ്? സമുച്ചയ നിപാതവും പറയാൻ ആഗ്രഹമുണ്ട്, പറഞ്ഞോളൂ. സമുച്ചയ നിപാതവും വികല്പ നിപാതവും ഉള്ളത്. അഖിൽ, സമുച്ചയ നിപാതം എന്താണ്? ഉം ഉമ്മാണ്. വികല്പ നിപാതം ഓ. അപ്പോ ഉമ്മും ഓയും വരുന്ന ഏതാണ് ഇവിടെ ഉള്ളത് അല്ലെ? ഏതുണ്ട്? ഓപ്ഷൻ 2 അല്ലെ? ബി, ഇ മാത്രം ശരി. ബി, രവിയോ രഘുവോ. അവിടെ നമുക്ക് വികല്പ നിപാതം കാണാം. ഇനി ഓപ്ഷൻ ഇ, രാജാവും രാജ്ഞിയും. അവിടെ നമുക്ക് എന്ന സമുച്ചയ നിപാതം കാണാം. ഓപ്ഷൻ 2 ബി, ഇ മാത്രം ശരി. വ്യക്തമാണല്ലോ? ഇനി അടുത്ത ചോദ്യം. തൊൽക്കാപ്പിയത്തിന്റെ 3 ഭാഗങ്ങൾ. എ, ചൊല്ലധികാരം. ബി, നാമാധികാരം. സി, പൊരുളധികാരം. ഡി, എഴുത്തധികാരം. ഇ, ധാത്വധികാരം. ഇതിൽ തൊൽക്കാപ്പിയത്തിന്റെ 3 ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഏതൊക്കെയാണ് അത്? 1 എഴുത്തധികാരമാണ്. 2 ചൊല്ലധികാരമാണ്. 3 പൊരുളധികാരമാണ്. അപ്പം ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ 2 എ, സി, ഡി മാത്രം. ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, എഴുത്തധികാരത്തിൽ അക്ഷരങ്ങളെ കുറിച്ചുള്ള പരാമർശമാണ്. ചൊല്ലധികാരം ചർച്ച ചെയ്യുന്നത് പദങ്ങളെ കുറിച്ചാണ്. പൊരുളധികാരം ചർച്ച ചെയ്യുന്നത് കവിതാ വിഷയങ്ങൾ, വൃത്തങ്ങൾ, രസാലങ്കാരങ്ങൾ എന്നിവയെ പറ്റിയാണ്. ആവർത്തിക്കാം. തൊൽക്കാപ്പിയത്തിന്റെ ഭാഗങ്ങൾ: എഴുത്തധികാരം, ചൊല്ലധികാരം, പൊരുളധികാരം. എഴുത്തധികാരത്തിൽ അക്ഷരങ്ങളെ കുറിച്ച് പറയുന്നു. ചൊല്ലധികാരത്തിൽ പദങ്ങളെ കുറിച്ച് പറയുന്നു. പൊരുളധികാരത്തിൽ കവിതാ വിഷയങ്ങൾ, വൃത്തങ്ങൾ, രസാലങ്കാരങ്ങൾ എന്നിവയെ പറ്റി പറയുന്നു. അപ്പം ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ 2 എ, സി, ഡി മാത്രം ശരി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഭക്തിരസത്തിന്റെ വിഭജനം. ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്: എ, മധുരം. ബി, വിസ്മയം. സി, പ്രേയാൻ. ഡി, വത്സം. ഇ, നിർവേദം. ഇനി ഭക്തിരസത്തിന് 5 വിഭജനമാണുള്ളത്, അതായത് 5 പിരിവുകളാണുള്ളത്. ഏതൊക്കെ? ശാന്തം, പ്രീതി, പ്രേയാൻ, വത്സം, മധുരം. ഭക്തിരസത്തിന് 5 പിരിവുകൾ: ശാന്തം, പ്രീതി, പ്രേയാൻ, വത്സം, മധുരം. ഇതിൽ നമുക്കിവിടെ ഏതൊക്കെയുണ്ട്? മധുരം ഉണ്ട് അല്ലെ? ഇനി പിന്നെ പ്രേയാനുണ്ട് അല്ലെ? പിന്നെ വത്സം ഉണ്ട്. അതായത് ഏത് ഓപ്ഷനാണ് ശരി? ഓപ്ഷൻ 4 എ, സി, ഡി മാത്രം. വ്യക്തമല്ലോ? ഏതൊക്കെ? ഓപ്ഷൻ എ മധുരം, ഓപ്ഷൻ സി പ്രേയാൻ, ഓപ്ഷൻ ഡി വത്സം. കൂടാതെ ഭക്തിരസത്തിന് ശാന്തം, പ്രീതി എന്നിങ്ങനെ 2 പിരിവുകൾ കൂടിയുണ്ട്. ഉത്തരം ഓപ്ഷൻ 4 എ, സി, ഡി മാത്രം. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ശാസി വിഭാഗത്തിൽ പെടുന്നവ. ഓപ്ഷന് ഫ, ജ, ന, ഛ, ഭ അല്ലെ? ഇതിൽ ശാസി വിഭാഗത്തിൽ പെടുന്ന അക്ഷരങ്ങളാണ് ചോദ്യം. നമുക്കറിയാം, ഖരം, അധിഖരം എന്നീ വിഭാഗങ്ങളിൽ പെടുന്നവയാണ് ശാസിയായി വരുന്നത്. അപ്പം ഇതിൽ ഖരത്തിൽ കടന്നു വരുന്ന ഏതെങ്കിലും അക്ഷരം കാണുന്നുണ്ടോ? ഇല്ല അല്ലെ? ഖരമായിട്ടുള്ള അക്ഷരങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി അധിഖരമുണ്ടോ? അധിഖരം നമുക്ക് 2 എണ്ണം കാണാം. ഏതൊക്കെ? ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും. അപ്പം ഈ ചോദ്യത്തിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ 4 എ, ഡി മാത്രം. അടുത്ത ചോദ്യം. വി. ശിനിലാൽ രചിച്ച
നോവലുകൾ? ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത് എ മുക്തിബാഹിനി, ബി പോനം, സി അടി, ഡി പുറ്റ്, ഇ ഇരു. ശരിയായ ഉത്തരം മാത്രം തിരഞ്ഞെടുക്കുക. അപ്പം ഈ നോവലുകൾ ആര് രചിച്ചു എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് ശരിയായ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ, അല്ലേ? അപ്പം മുക്തിബാഹിനി ജിസ ജോസ് രചിച്ച നോവലാണ്. പൂനം KN പ്രശാന്ത് രചിച്ച നോവലാണ്. അടി വി ഷിനിലാലിൻ്റെ നോവലാണ്. പുറ്റ് വിനോയ് തോമസിൻ്റെ നോവലാണ്. ഇരു വി ഷിനിലാലിൻ്റെ നോവലാണ്. അങ്ങനെയാണെങ്കിൽ ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ 2 സി ഇ മാത്രം, അല്ലേ? മുക്തിബാഹിനി ജിസ ജോസ്, പൂനം KN പ്രശാന്ത്, അടി വി ഷിനിലാൽ. അടി ഓപ്ഷൻ സി, അല്ലേ? ഇനി പുറ്റ് വിനോയ് തോമസ് അല്ല, ഈ ഇരു വി ഷിനിലാൽ. അങ്ങനെയാണെങ്കിൽ ഏതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം? അത് ഓപ്ഷൻ 2 സി ഇ മാത്രം. ബാക്കി നോവലുകളെയും അവരുടെ എഴുത്തുകാരെയും ഓർത്തു വെക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം. രചനാകാലമനുസരിച്ച് ഭാരതീയ കാവ്യശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ ശരിയായ ഗണം ഏത്? രചനാകാലമനുസരിച്ച് ഭാരതീയ കാവ്യശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ ശരിയായ ഗണം ഏത് എന്നതാണ് ചോദ്യം. ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്ന ഭാരതീയ കാവ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ? എ ധ്വന്യാലോകം, ബി രസഗംഗാധരം, സി കാവ്യാലങ്കാരം, ഡി കാവ്യപ്രകാശം, ഇ കാവ്യാദർശം. ഇതിൽ ആദ്യം വരുന്നത് കാവ്യാലങ്കാരാണ്. കാവ്യാലങ്കാരം ആരുടേതാണ്? കാവ്യാലങ്കാരം ഭാമഹന്റെ ഗ്രന്ഥമാണ്. അതാണ് കാലക്രമമനുസരിച്ച് ആദ്യം വരുന്നത്. കാവ്യാലങ്കാരം ഒന്നാമത്. ഇനി അത് കഴിഞ്ഞ് രണ്ടാമത് വരുന്നത് കാവ്യാദർശാണ്. ആരുടെ? ദണ്ഡിയുടെ കാവ്യാദർശം. ഇനി മൂന്നാമത് വരുന്നത് ആനന്ദവർദ്ധനന്റെ ധ്വന്യാലോകമാണ്. മൂന്നാമത് വരുന്നത് ആനന്ദവർദ്ധനന്റെ ധ്വന്യാലോകമാണ്. ഇനി നാലാമത് വരുന്നത് മമ്മടന്റെ കാവ്യപ്രകാശമാണ്. അഞ്ചാമത് വരുന്നത് ജഗന്നാഥ പണ്ഡിതന്റെ രസഗംഗാധരമാണ്. അപ്പം ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ 1. ഓപ്ഷൻ 1 ശരിയായ ഉത്തരം. അതായത് CEADB എന്നതാണ് ക്രമം. ആവർത്തിച്ചാൽ കാവ്യാലങ്കാരം ഭാമഹൻ ആദ്യം, ദണ്ഡി കാവ്യാദർശം രണ്ടാമത്, ധ്വന്യാലോകം ആനന്ദവർദ്ധനൻ മൂന്നാമത്, കാവ്യപ്രകാശം മമ്മടൻ്റേത് നാലാമത്, രസഗംഗാധരം ജഗന്നാഥ പണ്ഡിതൻ്റേത് അഞ്ചാമത്. ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ 1 CEADB. വ്യക്തമാണെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സംസ്കൃത നാടകങ്ങളിലെ പഞ്ചസന്ധികളുടെ ക്രമം എന്താണ്? ഓപ്ഷൻ 3 ആണ് വരുന്നത്. ഓപ്ഷൻ 3 ആണ് വരുന്നത്. അതായത് മുഖം, പ്രതിമുഖം, ഗർഭം, വിമർശം, നിർവഹണം. അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അതായത് ഓപ്ഷൻ 3 CDBAE എന്നതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അധ്യാത്മരാമായണം, കിളിപ്പാട്ട്, കാണ്ഡങ്ങളുടെ ശരിയായ ക്രമം ആണ് ചോദ്യമായി വന്നിരിക്കുന്നത്. എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? ഓപ്ഷൻ എ സുന്ദരകാന്ഡം, ബി ആരണ്യകാന്ഡം, സി യുദ്ധകാന്ഡം, ഡി അയോധ്യാകാന്ഡം, ഇ കിഷ്കിന്ധാകാന്ഡം.
ഇതില് കാണ്ഡങ്ങളുടെ ശരിയായ ക്രമമാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തേത് ഏത് വരും? അയോധ്യാകാന്ഡം വരും. ആദ്യം അയോധ്യാകാന്ഡം. ഇനി രണ്ടാമത് ആരണ്യകാന്ഡം, 3 കിഷ്കിന്ധാകാന്ഡം, 4 സുന്ദരകാന്ഡം, 5 യുദ്ധകാന്ഡം. വ്യക്താണല്ലോ? ആദ്യം അയോധ്യാകാന്ഡം, 2 ആരണ്യകാന്ഡം, 3 കിഷ്കിന്ധാകാന്ഡം, 4 സുന്ദരകാന്ഡം, 5 യുദ്ധകാന്ഡം. അതായത് ഓപ്ഷൻ 2 ഡി, ബി, ഇ, എ, സി. ശരിയല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അക്ഷരസംഖ്യ കൂടുന്നതിനനുസരിച്ച് വൃത്തങ്ങളുടെ ശരിയായ ഗണം. ഓപ്ഷൻ എ ശാർദൂല വിക്രീഡിതം. ശാർദൂല വിക്രീഡത്തിൽ എത്ര അക്ഷരങ്ങളുണ്ട്? 19 അക്ഷരങ്ങളുണ്ട് ആ വൃത്തത്തിൽ. ഇനി അടുത്തത് രഥോദ്ധത. രഥോദ്ധതയിൽ എത്ര അക്ഷരങ്ങൾ? 11 അക്ഷരങ്ങൾ. ഇനി സി മന്ദാക്രാന്ത. മന്ദാക്രാന്തയിൽ 17 അക്ഷരങ്ങൾ. ഇനി ശ്രദ്ധ 21 അക്ഷരങ്ങൾ. വസന്തതിലകത്തിൽ 14 അക്ഷരങ്ങൾ. അപ്പം ഏത് ഓപ്ഷനാണ് ശരി? അക്ഷരസംഖ്യ കൂടുന്നതിനനുസരിച്ച് വൃത്തങ്ങളുടെ ശരിയായ ഗണമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യം ഏത് വരും? രഥോദ്ധത അല്ലെ? രഥോദ്ധത 11 അക്ഷരങ്ങൾ, അതാണ് ഏറ്റവും കുറവ്. ഇനി വസന്തതിലകം 14 അക്ഷരങ്ങൾ രണ്ടാമത് വരും. മന്ദാക്രാന്ത 17 അക്ഷരങ്ങൾ മൂന്നാമത്. ശാർദൂല വിക്രീഡിതം 19 അക്ഷരങ്ങൾ നാലാമത്. ശ്രദ്ധര 21 അക്ഷരങ്ങൾ അഞ്ചാമത്. അപ്പം ഓപ്ഷൻ 4 ബി, ഇ, സി, എ, ഡി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ARന്റെ വൃദ്ധമഞ്ജരിയിലെ വിഷയാനുക്രമം ആണ് ചോദ്യം. എന്തൊക്കെ തന്നിട്ടുണ്ട്? മാത്രാവൃത്തപ്രകരണം, ഭാഷാവൃത്തപ്രകരണം, ദണ്ഡകപ്രകരണം, പരിഭാഷാപ്രകരണം, സമവൃത്തപ്രകരണം. ഈ തന്നിരിക്കുന്ന 5 കാര്യങ്ങളെ ARന്റെ വൃത്തമഞ്ജരിയിലെ വിഷയത്തിനനുസരിച്ച് ക്രമപ്പെടുത്തുകയാണ് ചോദ്യം. ആദ്യം ഏത് വരും? പരിഭാഷ പ്രകരണം, 2 സമവൃത്ത പ്രകരണം, 3 ദണ്ഡക പ്രകരണം, 4 മാത്രവൃത്ത പ്രകരണം, 5 ഭാഷാവൃത്ത പ്രകരണം. ആവർത്തിക്കാം. 1 പരിഭാഷാ പ്രകരണം, 2 സമവൃത്ത പ്രകരണം, 3 ദണ്ഡക പ്രകരണം, 4 മാത്രവൃത്ത പ്രകരണം, 5 ഭാഷാവൃത്ത പ്രകരണം. അങ്ങനെയാണെങ്കിൽ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ 1 ഡി, ഇ, സി, എ, ബി. ARന്റെ വൃത്തമഞ്ജരിയിലെ വിഷയാനുക്രമം ഓപ്ഷൻ 1 ബി, ഇ, സി, എ, ബി.